ഇനി ഒരു പക്ഷെ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അവളെ ഒന്നുകൂടെ പരീക്ഷിക്കാൻ എന്റെ കയ്യിൽ ഒരു നല്ല പ്ലാനുണ്ട്. നന്ദേശ, അവളെ വിളിക്ക്. അതെ, ശൈലിനെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയായിരിക്കും. വലിയ വീട്ടുകാരല്ലേ, കൈ നിറയെ കൊടുക്കും. എന്താ ചെറിയച്ച? നന്ദേശ, ആ ഫയലിംഗ് എടുക്കുക. ഇതിലൊരു സൈൻ ചെയ്യുമ്പോളെ. എന്തിനാ ചെറിയ ചെയ്ത്? ഇൻഷുറൻസിന്റെ. തൃശ്ശൂരിന്റെ നോമിനി മോളാണല്ലോ. ആ പെണ്ണ് കൊടുക്ക. അതെ, എപ്പോഴും അവക്ക് ശൈലോ ശൈലോ എന്ന് എഴുതി ഓട്ടോഗ്രാഫ് കൊടുക്കുന്നതല്ലേ ശീലം. ശിവാനി എന്ന് എഴുതി ഒപ്പിടാൻ അവക്ക് അറിയൂ. ഇത് മാത്രല്ലേ ഉള്ളൂ? ശരി, പൊയ്ക്കോളൂ. തൃശ്ശൂർ. കൊച്ചുമുതലാളി, രണ്ടൊപ്പം ഒരുപോലെ തന്നെ ഉണ്ടല്ലോ. വീണ, ഹായ് വീണ. നിന്നെ ആരെയും ഇങ്ങോട്ട് വിളിച്ചേ? നീ ഞാൻ പറയുന്ന കേക്ക്. ദേവിയത് ഞാൻ പറയുന്ന കേക്ക്. നീ നിന്റെ ഏട്ടനെ കണ്ടത് സത്യം, സംസാരിച്ചതും സത്യമാ. എന്നെ വിശ്വസിക്ക് വീണ. ഒരു കള്ളം മറച്ചു വെക്കാൻ വേണ്ടി നീ വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞോണ്ടിരിക്കുവാണോ? ഞാൻ കള്ളം പറയല്ല. നിന്റെ ഏട്ടൻ വളരെ ദൂരെയാണുള്ളത്, അടുത്തൊന്നും വീട്ടിലേക്ക് വരില്ല. അതെ അതെ, ഏട്ടൻ വളരെ ദൂരെയാണ്, ഇപ്പൊ ഒന്നും വീട്ടിലേക്ക് വരില്ലെന്നല്ലേ? ഏട്ടനിപ്പോ വീട്ടിലുണ്ട്. തൃശ്ശൂര് വീട്ടിലുണ്ടെന്നോ? വന്നത് ഏട്ടൻ മാത്രമല്ല, ഏട്ടത്തെയും കൂടെ വന്നിട്ടുണ്ട്. നീ ഏട്ടനെ കണ്ടത് സത്യമാണെങ്കിൽ ഏട്ടൻ ആ കാര്യം എന്നോട് പറയുമായിരുന്നല്ലോ. അല്ല വീണ, അത് നിന്റെ ഏട്ടത്തി. അത് നീ ഇനി ഒന്നും പറയണ്ട, എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. വീണ, ഞാൻ പറയുന്നത് കേക്ക്. വീണ, ഇനിയും നീ പറയുന്ന കേട്ട് നിന്നാൽ ഈ ലോകത്ത് എന്നെ പോലെ ഒരു വിഡി കാണില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഗുഡ് ബൈ. വീണ, പറയുന്നൊന്ന് കേക്ക് നീ. വീണ, എങ്ങനെയുണ്ട് ഞാൻ? കമ്പ്യൂട്ടറിനെ പോലെ തന്നെയല്ലേ ഞാൻ? നീ ഒറ്റ പ്രാവശ്യമല്ലേ കാണിച്ചു തന്നുള്ളൂ, അപ്പൊ തന്നെ എന്റെ കണ്ണത് പിടിച്ചെടുത്തു. സിഗ്നേച്ചർ ഇട്ട് കാണിക്കുന്ന പറഞ്ഞ ഉടനെ എങ്ങനെ ഞാൻ സൈൻ ചെയ്തതെന്ന് കണ്ടില്ലേ നീ? അല്ല, ഹാളിൽ എല്ലാരും ഷോക്കായതുപോലെ നീയും ഷോക്കായി പോയെന്നാണല്ലോ തോന്നുന്നത്. ഞാൻ ആരാണെന്നാ വിചാരിച്ചേ? ആസ്വാദകരുടെ റാണി ശൈലു. ഈ ശൈലുവിന്റെ പെർഫോമൻസ് പിന്നെ വെറുതെ ആണോ? ശൈലു എന്ന സ്റ്റൈൽ, സ്റ്റൈൽ എന്ന ശൈലു. അറിഞ്ഞൂടെ? ഹലോ സീറോ, എന്താ പറ്റിയേ? എന്താന്നും മിണ്ടാത്തെ? എന്റെ പെർഫോമൻസ് കണ്ടിട്ട് നീ മയങ്ങിപ്പോയോ? കൊഴപ്പില്ല, നിനക്ക് എന്താ തോന്നിയെന്ന് വെച്ചാ അത് പറ. നീ കുറച്ച് ഓവറാണെന്ന് നിനക്ക് തന്നെ തോന്നുന്നില്ലേ മോളെ? എന്താ? ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞേ. കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവും നീ കുറച്ച് ഓവറാണെന്ന്. ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും മനസ്സിലാവില്ല ഇത് അഭിനയമാണെന്ന്. പിന്നെ തന്നെ അധികം വൈകാതെ എലിമിനേറ്റ് ചെയ്ത് കളയും. ആണോ? ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് തന്ന ക്യാരക്ടറിനെ ഇത്രയും നന്നായി ചെയ്തിട്ട്
എന്നെ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പോവാണോ? ഇല്ല, ഞാനേ ഇതിനെതിരെ കേസ് കൊടുക്കും, നോക്കിക്കോ. അതെ, നിനക്ക് അങ്ങനെ കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. അതൊരു ന്യൂസ് ആവത്തുമില്ല. വെറുതെ ഓരോന്നും ചെയ്ത് നിനക്ക് കിട്ടാനുള്ള പേയ്മെന്റ് ഇല്ലാതെ ആക്കണ്ട. കുറച്ച് ഡീസന്റ് ആയിട്ടിരുന്നൂടെ? ഒന്നുകൂടെ നന്നായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കേ, മനസ്സിലായില്ലേ? ഓവർ ആക്ടിങ് വേണ്ട. ഏയ്, എന്താ നീ പറയുന്നേ? ഇത് നടരാജഭക്തിയായ ശൈലുവിന് അപമാനം തന്നെയാണ്. എനിക്കത് സഹിക്കില്ല, സഹിക്കാൻ പറ്റില്ല. ഏയ്, നോക്കിക്കോ നീ. നാളെ മുതൽ ഞാൻ എങ്ങനെ പെർഫോം ചെയ്യാൻ പോണെന്ന് നീ കണ്ടോ? ഈ വീട്ടിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും എന്റെ ചുറ്റും വന്ന് നിന്നിട്ട് നീയാണ് വിന്നർ, ശൈലു നീയാണ് വിന്നർ എന്നും പറഞ്ഞ് അവാർഡ് എന്റെ കയ്യിൽ കൊണ്ട് തരുന്നത് കണ്ടോ? ഈ ശിവാനി അല്ലല്ല, സോറി, ഈ ശൈലു തന്നെയാണ് വിന്നർ. നാളെ മുതൽ എന്റെ അഭിനയം തുടങ്ങാണ്. അല്ല ചേട്ടാ, നമ്മുടെ സ്വന്തം മരുമകളെ നമ്മൾ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇത് എന്റെ മുഖമേ അല്ലെന്ന് പറയുന്ന പോലെ ആയില്ലേ? അങ്ങനെയല്ല, മരിച്ചു മണ്ണടിഞ്ഞ് അതിന്റെ ചടങ്ങുകളും കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം പ്രത്യക്ഷപ്പെട്ട് ഞാനാ നിങ്ങളുടെ മരുമകളെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വിശ്വസിക്കാം? ഇനി അത് പോട്ടെ, അവള് തന്നെയാണ് മരുമകളെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ മരിച്ചുപോയത് ആരാ? മരിച്ചുപോയത് ശിവാനിയാണെങ്കിൽ പിന്നെ ഇവിടെ വന്നിരിക്കുന്ന പെൺകുട്ടി ആരാ? അല്ല ചേട്ടാ, നമ്മൾ ശിവാനി മരിച്ചതും കണ്ടിട്ടില്ല, അവളുടെ ജഡവും കണ്ടിട്ടില്ല. നിങ്ങൾ പോയി അസ്ഥി കൊണ്ടുവന്നു, അത് ശിവാനിയുടെ ആണെന്നുള്ളതിന് എന്താ ഉറപ്പ്? അങ്ങനെയാണെങ്കിൽ വന്നിരിക്കുന്നത് ശിവാനി തന്നെ ആയിക്കൂടെ? ആലോചിച്ചിട്ട് ഒരു എത്തം പിടിയും കിട്ടുന്നില്ല. വന്നത് ശിവാനി തന്നെയാണെങ്കിൽ കൊള്ളാം, അതല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നോ? അത് ശിവാനി തന്നെയാണെങ്കിൽ കൊച്ചുമുതലാളി അവളെ കഷ്ടപ്പെടുത്താൻ തന്നെയല്ലേ നോക്കുന്നത്? തൃശൂലിനും സംശയമില്ല, വീട്ടിലുള്ളവർക്കും സംശയമില്ല. കൊച്ചുമുതലാളിക്കാണെങ്കിൽ ശിവാനിയെ പറ്റി ഒന്നും അറിയാനും വയ്യ, എന്നിട്ടും അദ്ദേഹത്തിന് സംശയമാണ്. അല്ലെന്നേ, അവരിപ്പോഴല്ലേ വന്നത്, എന്നിട്ടും ശിവാനിയെ പറ്റി അവർക്കെന്താ ഇത്ര സംശയം? നിങ്ങൾക്ക് അവരോടൊന്ന് സംസാരിച്ചൂടെ? അദ്ദേഹത്തോടൊന്നും സംസാരിക്കാൻ പറ്റില്ല മധു. വലിയ മുതലാളിയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു. ഇത് ആള് വേറെ മധു. എന്ന് കരുതി നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? വേറെ എന്ത് വഴിന്നാ നീ പറയുന്നേ? സംശയങ്ങൾക്കൊക്കെ ഒരു അറുതി വരുമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, അതിലെന്തൊരു കുഴപ്പം? സംശയം അധികമായ ഇത് ശിവാനിയല്ലെന്ന് മനസ്സിലാക്കി അവളെ കൊന്നവര് രക്ഷപ്പെടുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ജയ് ഭോലനാഥ, എല്ലാം നീ തന്നെ, എല്ലാം നിന്റേതാണ് വിശ്വനാഥ. ഓംകാരേശ്വര, ജീവിതത്തിൽ നാടകം സാധാരണം, ജീവിതം തന്നെ നാടകമായാൽ എങ്ങനെയാണ് പ്രഭോ? ഒടിച്ചു കളയൂ, രഹസ്യമായ രൂപത്തെ നശിപ്പിച്ചു കളയൂ. സത്യദർശനം കൊടുക്കൂ, സത്യദർശനം കൊടുക്കൂ ലോകേശ്വര. ഹേ ഗംഗാധര, സകല പാപങ്ങളുടെയും മേൽ പരിശുദ്ധമായ ഗംഗ ഒഴുകിയാൽ അതും പരിശുദ്ധമാകുമെന്ന പോലെ അവരെയും പരിശുദ്ധരാക്കൂ ഗംഗേശ്വര. അങ്ങയെ കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ പ്രഭോ. ശ്രീമദ്ഭയോനിധി നികേതന ചക്രപാണേ ഭോഗീന്ദ്രഭോഗ മണിരഞ്ജിത പുണ്യമൂർത്തി യോഗീശ ശാശ്വത ശരണ്യഭവാക്തി. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ശൈലു പരകായ പ്രവേശം ചെയ്തിരിക്കുന്നു. അതെ, അവള് എന്റെ ശിക്ഷണത്തിൽ പയറ്റി തെളിഞ്ഞ നടിയല്ലേ. ഇതൊക്കെ അവൾക്ക് സിമ്പിൾ. പതുക്കെ, ക്യാമറയുണ്ട്. ശാന്തസ്വരൂപനായി കോട്ടയിൽ കുടികൊള്ളും ലക്ഷ്മി നരസിംഹമൂർത്തി. ശാന്തസ്വരൂപനായി കോട്ടയിൽ കുടികൊള്ളും ലക്ഷ്മി നരസിംഹമൂർത്തി. സ്വാമി സംസ
നരസിംഹമൂർത്തി. തൃശൂൽ കുളിച്ചില്ലല്ലോ നീ. അങ്ങനെ വന്ന് ഹാരതി തൊഴുകയാണോ? പോയി ആദ്യം കുളിച്ചിട്ടോ, എന്നിട്ട് ഹാരതി തൊഴാം. ആരതിയോ? അതെന്തോ ആയിക്കോട്ടെ, മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? മുത്തശ്ശി, ശിവാനി, എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഈ വീട്ടിലെ ദൈവിക ശക്തി വന്നതുപോലെ തോന്നുകയാണ്. നീ പൂജ ചെയ്യുന്നത് കണ്ടിട്ട് എന്റെ മനസ്സിന് വളരെ സന്തോഷമായി മോളെ. അമ്മേ. ശിവാനി, മനസ്സിന് നല്ല സന്തോഷമായി മോളെ. ചെറിയച്ച ആരതി തൊഴുന്നില്ല? മുത്തശ്ശി, ഇതൊന്ന് വാങ്ങിക്കോ. ദാക്ഷായണി, ഞാൻ പറഞ്ഞതല്ലേ ഈ താഴ്മയും സഹനവുമെല്ലാം ഒരു പ്രയോജനം ഉണ്ടാക്കുകയില്ലെന്ന്. എനിക്ക് ഈ താഴ്മയും സഹനവുമൊന്നും അറിയില്ല ദാക്ഷായണി. ദേഷ്യം വന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനാവില്ലെന്ന് അറിയില്ലേ നിനക്ക്? നിന്റെ വാക്കും കേട്ട് ഞാൻ ഇത്രത്തോളം ക്ഷമിച്ചു. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? ദിനം പ്രതി അവള് മുന്നേറിക്കൊണ്ടിരിക്കുക. നോക്ക് കൃഷ്ണേ, മരിച്ചവർ വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ അവര് പ്രേതാത്മാക്കളായിരിക്കും. സകല ഭൂത പ്രേത പിശാചുക്കളും നമ്മുടെ കൺമുന്നിൽ വരാൻ സാധ്യതയേയില്ല. അതുകൊണ്ട് അവൾ ഒരിക്കലും ഒരു പ്രേതാത്മാവല്ല. രക്തവും മജ്ജയും മാംസവും ഒക്കെയുള്ള പെണ്ണ്. ആ പെണ്ണാണ് ഓരോ ദിവസവും നമ്മളെ കഷ്ടപ്പെടുത്തുന്നത് ദാക്ഷായണി. അവൾ പതുക്കെ ഈ വീട്ടിലുള്ളവരുടെ മനസ്സ് കയ്യിലെടുക്കുകയാണ്. എല്ലാവരും അവളാണ് ശിവാനി എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ എല്ലാം നഷ്ടമാവില്ലേ? 3 ദിവസത്തിലൊരിക്കൽ മജ്ജയും മാംസവും ഉള്ള ഒരു യുവതിയെ ബലി കൊടുത്തില്ലെങ്കിൽ വാർദ്ധക്യമാണ് എനിക്കുള്ള ശാപം. ഈ ശാപത്തിൽ നിന്ന് എനിക്ക് മുക്തി നേടിയേ മതിയാകും. ഇതിനെല്ലാം പരിഹാരമായി തൃശൂൽ എന്റെ ഭർത്താവായിരിക്കേണ്ടതാണ്. അവനുമായിട്ടുള്ള കല്യാണം നടത്തിത്തരാമെന്ന് പറഞ്ഞ ദിഗ്വിജയൻ ഒന്നും ചെയ്യുന്നുമില്ല. നിനക്ക് നാഗമാണിക്യവും കിട്ടില്ല, എനിക്ക് തൃശൂലിനെയും ഭർത്താവായി കിട്ടില്ല. ഇത് രണ്ടും കിട്ടണമെങ്കിൽ ദിഗ്വിജയൻ നമ്മൾ പറയുന്നത് അനുസരിക്കണം. അവൻ ഇപ്പോൾ എന്തുകൊണ്ടോ നമ്മളോട് പറഞ്ഞ വാക്കിനോട് വില കൽപ്പിക്കുന്നില്ല ദാക്ഷായണി. ഇനി മുതൽ അവനോടൊരു ദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ? എന്ത് സൂപ്പറായിട്ടാണ് ആക്ട് ചെയ്തതല്ലേ? ഐനോ അതുകൊണ്ടാ പറയുന്നത് ഈ ഷൈലു എന്ന് പറഞ്ഞ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഷൈലു എന്ന്. നോക്കിയേ, നീ കുറച്ചുകൂടെ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പഠിക്കുക. എന്താ ചെയ്യുന്നറിയോ? എന്നാ ഒരു ശോക ആക്ടിംഗ് ആന്നിന്റെ. ഈ കാക്കയില്ലേ, അതിന്റെ മയിലാണെന്ന് വിചാരിച്ച് ദേഹത്തെല്ലാം മയിൽപ്പീലി തിരികെ വെക്കോ അത്രേ. അങ്ങനെയുണ്ട് ഇപ്പൊ. ചവിട്ടൊന്ന് തന്നാലുണ്ടല്ലോ. എന്താ നീ പറയുന്നേ? സൂക്ഷിച്ച് സംസാരിക്കണം. അപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം ആ ശിവാനി മയിലിനെ പോലെയാണെന്നും ഞാൻ ഈ ശൈലു കാക്കയെ പോലെയാണെന്നല്ലേ? സമാധാനായി, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സീറോ. ഈ സൈഡില് അക്കങ്ങളൊന്നും ഇല്ലെങ്കിലും ആ സൈഡില് പൂജ ഇങ്ങനെ ചേർത്ത് പോവാണല്ലോ. സീറോ. എന്റെ പെർഫോമൻസ് കണ്ട് അതില് മയങ്ങിയിട്ട് എന്നിട്ടല്ലേ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്നിട്ട് ഇപ്പൊ നല്ല സാമ്പാറിന്റെ മേലെ കുറച്ച് മല്ലിയില ഇടുന്നത് പോലെ കേവലപ്പെടുത്തി സംസാരിക്കാണല്ലോ. അതെ, ഞാൻ നിങ്ങളോട് കൈകൂപ്പി അപേക്ഷിക്കാം. നിങ്ങൾ ഇട്ടിരിക്കുന്നതേ ശിവാനിയുടെ ഡ്രസ്സാ. അതിനെങ്കിലും കുറച്ചുകൂടെ മര്യാദ കൊടുത്തൂടെ? ഇവനിത് എവിടെന്നാണോ എന്തോ വരുന്നേ? വേറെ
വെറും ഒരു കഥയിലുള്ള ക്യാരക്ടറിനോട് ഇത്രയ്ക്ക് സ്നേഹം നിനക്ക്? എനിക്ക് വയ്യേ. നിനക്കൊന്നും മനസ്സിലാവില്ല. അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല. ഐ എം സോറി. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ ഇപ്പൊ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരുന്നാ മതി. പക്ഷെ പ്ലീസ് ശിവാനിയുടെ ഡ്രസ് ഇട്ടുകൊണ്ട് ഇങ്ങനെയൊന്നും കാണിക്കാൻ നിൽക്കരുത്. ഞാൻ ഏതൊക്കെ ഡിസൈനിലുള്ള ഡ്രസ്സുകൾ ഇടാറുണ്ടെന്നറിയോ? ഒരു സീനിൽ തന്നെ 4 കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്തോണ്ടിരുന്ന പരമ്പരയാ ഞങ്ങളുടേത്. എന്നിട്ടാണ് ഇത് വലിയ ഡ്രസ്സാത്രേ. നോക്ക്, ഒരു തരത്തിലും എനിക്ക് ഫിറ്റ് ആവുന്നേ ഇല്ല. ഇതെന്തിനാ ഇങ്ങനെ നോക്കുന്നേ? പോവാൻ. ദമയന്തി, അവള് ശിവാനിയാണെന്ന് ഈ വീട്ടിൽ ചിലരൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്കുറപ്പാ അവള് ശിവാനി തന്നെയാ, ഈ വീട്ടിലെ മരുമകള്. അമ്മേ, വന്നിരിക്കുന്നത് ശിവാനി തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്താ എത്ര ഉറപ്പ്? എടാ ധനജയ, നീ ശിവാനിയെ കണ്ടിട്ടേയില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അവള് ശിവാനി അല്ലാന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളുടെ മനസ്സിലും കുറച്ച് സംശയം തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് അവള് പൂജ ചെയ്ത രീതിയൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി അവള് ശിവാനി തന്നെയാണ്. എനിക്ക് ശിവാനിയെ പറ്റി യാതൊരു സംശയമില്ല. പക്ഷെ എന്നാൽ എനിക്ക് സംശയമുണ്ട്. എന്തുകൊണ്ട്? വെറുതെ അന്യായമായ സംശയമൊന്നും വേണ്ട മോനെ. അവൾ ഇവിടത്തെ മരുമോളാ. എന്തൊരു വിനയം അവക്ക്. ഭയം, ഭക്തി, ബഹുമാനം. തീർച്ചയായും അവൾ നമ്മുടെ വീട്ടിലെ മരുമോള് തന്നെയാണ്. ഏട്ടത്തി വന്നപ്പോ മുതൽ ഇതുവരെ എനിക്ക് അവരെ യാതൊരു സംശയവും തോന്നിയിട്ടില്ല. നോ ഡൗട്ട്, അത് അവര് തന്നെയാ. എല്ലാവർക്കും ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നേ? എല്ലാവരും ഒരുപോലെ അങ്ങ് ചിന്തിച്ചു കൂട്ടുക. മരിച്ചവർ തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും വന്നത് ശിവാനി തന്നെയാണെന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞ ഈ കാലത്ത് ഒറിജിനൽ വ്യക്തിയെക്കാളും ഡ്യൂപ്ലിക്കേറ്റ് വ്യക്തികളെ കൂടുതൽ. ഞാൻ വീണ്ടും പറയാ, വന്നിരിക്കുന്നത് ശിവാനി അല്ല അല്ല അല്ല. അല്ലയോ പരമേശ്വര, അല്ലയോ പരമാത്മാ, നീ തന്നെ പറയൂ, ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? ഈ അപമാനവും ഈ സംശയങ്ങളും ഞാൻ എങ്ങനെ സഹിക്കും? ഹേ പശുപതിനാഥ, എന്താ നീ കാണിക്കുന്നേ? നീ ശൈല വല്ല ശിവാനിയാണോ? അത് ഓർമ്മ വേണം. അല്ലയോ മഞ്ജുനാഥ, അല്ലയോ ഹിമഗിരിവാസ, എനിക്ക് നിന്നോടുള്ള ഭക്തിയിൽ ഇപ്പോഴും നിനക്ക് സംശയമാണല്ലേ? ഈ അപമാനം സഹിക്കാനാണോ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത്? ഇതിന് പകരം അങ്ങ് ഹിമാലയത്തിൽ വെച്ച് തന്നെ ഞാൻ സമാധിയാവുന്നതായിരുന്നു നല്ലത്. ഇല്ല അങ്കിൾ, ആന്റി, പോകാം, നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ നമുക്ക് വേണ്ടപ്പെട്ടവരില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത്? കറക്റ്റ് ബേബി. ഓക്കെ ബേബി, നിന്റെ കൂടെ നിന്റെ ഭർത്താവും വരട്ടെ. ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനവും ഉണ്ടാവില്ല. ഈ വീട്ടിൽ നിന്നെ ആരും മരുമകളായി അംഗീകരിച്ചൊന്നും വരില്ല. എന്നാൽ നിന്റെ ഭർത്താവിനെ എന്റെ ഭർത്താവായി ഞാൻ അംഗീകരിക്കുന്നു. നിന്റെ ഭർത്താവായി ഞങ്ങൾ അംഗീകരിക്കുന്നു. അയ്യോ ശിവാനി, ശിവാനി, അങ്ങനെയൊന്നും പറയില്ലേ മോളെ. അങ്ങനെയൊന്നും പറയരുത് നീ. നോക്ക്, നിന്നെ പറ്റി എല്ലാവർക്കും സംശയം തോന്നാൻ കാരണമുണ്ട്. എന്ന് കരുതി ഞാനല്ല എന്ന് സമ്മതിക്കണോ? അങ്ങനെ എല്ലാരും പറഞ്ഞോ? ഇല്ലല്ലോ. ശിവാനി, നീ എനിക്ക് ബഹുമാനം തരുന്നുണ്ടല്ലോ അല്ലേ? അതിലും എന്നെ സംശയമാണോ മുത്തശ്ശി? അയ്യോ, നീ എന്റെ മരുമോൾ തന്നെ. ദമയന്തി, അടുത്തു വാ. എന്താ അമ്മേ? നോക്ക്, ശിവാനി നമ്മുടെ വീട്ടിലെ മരുമകളാ. ഈ വീട്ടിലെ മരുമകൾ എങ്ങനെയായിരിക്കണോ ഇവൾ അതുപോലെ തന്നെ ആയിരിക്കണം. ഇവളെ കൊണ്ടുപോയി റെഡിയാക്കി കൊണ്ടുവാ. വാ മോളെ. എന്താ മോനെ,
വീട്ടിൽ വന്നവളെ ശിവാനിയായി അംഗീകരിച്ചതിന്റെ സന്തോഷമാണോ നിനക്ക്? സന്തോഷം ഇല്ലാതിരിക്കാമേ, നമ്മുടെ പ്ലാനൊക്കെ സക്സസ് ആയിരിക്കല്ലേ. ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടത്, ശരിയല്ലേ? എന്നാ ഇപ്പൊ കഴിഞ്ഞത് വെറും ആദ്യഘട്ടം മാത്രമാ. ഇത്രയും ദിവസം നമ്മൾ എടുത്തതല്ല റിസ്ക്. ഇനി മുന്നോട്ട് പോകുമ്പോഴാണ് റിസ്ക് ഇരിക്കുന്നത്.